മുഖ്യമന്ത്രിയും മന്ത്രിമാരും 36 ദിവസം സഞ്ചരിച്ച നവകേരള ബസ്സിൽ കയറാൻ പൊതുജനങ്ങൾക്കൊരവസരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഒറ്റ സീറ്റിലിരുന്ന് സെൽഫി എടുക്കാം. നവകേരള ബസ്സിൽ അധികം ആഡംബരങ്ങളൊന്നുമില്ലെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നീട് വിവാഹം, വിനോദം, തീർത്ഥാടനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് വാടകയ്ക്കും നൽകും. ബുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ KSRTCയുടെ വിനോദയാത്രാ പദ്ധതിയുടെ ഭാഗമായി സർവീസും നടത്തും. KSRTCക്കാകും പരിപാലന ചുമതല. വാടക തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യ ആഡംബര ടൂറിസ്റ്റ് ബസ്സുകളേക്കാൾ കുറവായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദിവസം 8000 രൂപ വരെ ഈടാക്കാനാണ് ആലോചന. നവകേരള സദസ്സിന്റെ എറണാകുളത്തെ പര്യടനം കൂടി പൂർത്തിയായ ശേഷമാകും ബസ് KSRTCക്ക് വിട്ടുകൊടുക്കുക. ഇതിനുശേഷം പുതിയ വകുപ്പ് മന്ത്രിയുടെ കൂടി തീരുമാനപ്രകാരം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 25 പേർക്കുള്ള ഇരിപ്പിടമാണ് ബസ്സിലുള്ളത്. ശുചിമുറിയുള്ള ബസ്സുകൾ സംസ്ഥാനത്ത് കുറവാണ്. നവകേരള യാത്രക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്തതിലെ പിശക് കാരണം ബസ്സിനുള്ളിലെ AC 2 തവണ കേടായിരുന്നു. പാപ്പനംകോട് ഡിപ്പോയിലെത്തിച്ച് സർവീസ് ചെയ്ത ശേഷം പേരൂർക്കട SAP ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. 1.15 കോടി മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ ബസ് വാങ്ങിയത്. ഇതിനകം 750ലധികം പേർ ബസ് വാടകയ്ക്ക് ചോദിച്ച് KSRTC അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയും അന്വേഷണം എത്തിയിരുന്നു. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ബസ് നിലവിൽ തിരുവനന്തപുരം SP ക്യാമ്പിലാണുള്ളത്.